നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ലായിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ MDMAയുമായി കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനായ യുവാവ് അറസ്റ്റിൽ. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര യാത്രയ്ക്ക് ചായ്പൻകുഴിയിൽ വൻ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ചെയർമാനും MLAയുമായ സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. സമന്വയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമവും സൗജന്യ ആയുർവേദ ക്യാമ്പും നടത്തി. വാർത്തകൾ വിശദമായി. നെല്ലായിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ MDMAയുമായി കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനായ യുവാവ് അറസ്റ്റിൽ. മരോട്ടിച്ചാൽ ആശാരിക്കാട് ചേരുംകുഴി സ്വദേശി തെക്കയിൽ വീട്ടിൽ 30 വയസ്സുള്ള ഷിജോ ജോസഫ് എന്ന കിങ്ങിണിയാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 50 ഗ്രാമോളം രാസലഹരി പോലീസ് പിടിച്ചെടുത്തു. വ്യാഴാഴ്ച പുലർച്ചെ നെല്ലായി മുരിയാട് റോഡിൽ വൃന്ദാവൻ സ്റ്റോപ്പിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇരിഞ്ഞാലക്കുട SHO സനീഷ് കരീമും കൊടകര പോലീസ് ഡ്വാൻസാഫ് ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. റോഡിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇയാൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച MDMA കണ്ടെടുത്തത്. ബംഗളൂരുവിൽ പരിചയപ്പെട്ട ആളിൽ നിന്ന് 1 ലക്ഷം രൂപ കൊടുത്താണ് MDMA വാങ്ങിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. എന്നാൽ ചില്ലറ വിൽപ്പനയിൽ ഇതിന് ലക്ഷങ്ങൾ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. പീച്ചി പോലീസ് സ്റ്റേഷൻ റൌഡിയായ ഇയാൾ 2020 മീൻ വണ്ടിയിൽ കഞ്ചാവ് കടത്തിയ കേസിലും 2019 കൊമ്പടിയിലെ SBI ബാങ്കിന്റെ ATM കുത്തി തുറന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ്. തൃശൂർ, നെടുപുഴ, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ EA സുരേഷ്, ഡ്വാൻസാഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, MJ ബിനു, ഷീജോ തോമസ്, സൈബർ സെൽ ഉദ്യോഗസ്ഥനായ ലാലു പ്രസാദ്, കൊടകര സ്റ്റേഷനിലെ അഡീഷണൽ SI ദിലീപ്, ഷീബ അശോകൻ, അനിത, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TS സഹദ്, ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിലെ AK രാഹുൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ലഹരി വസ്തു പിടികൂടിയ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബെന്നറ്റ് എടാട്ടുകാരൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ വിപിൻ വേരൻപിലാവ് തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 3:30 ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര യാത്രയ്ക്ക് ചായ്പൻകുഴിയിൽ വൻ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ചെയർമാനും MLAയുമായ സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ ഏക സ്വീകരണമാണ് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചായ്പൻകുഴിയിൽ വെച്ച് നൽകുന്നത്. മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, മറ്റ് UDF നേതാക്കളായ MM ഹസൻ, PK കുഞ്ഞാലിക്കുട്ടി, CP ജോൺ, അനൂപ് ജേക്കബ്, MP ബെന്നി ബഹ്നാൻ തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ കുടുംബങ്ങളും കർഷകരും മറ്റും യോഗത്തിൽ സംബന്ധിക്കും. വന്യമൃഗങ്ങളിൽ നിന്ന് നാശം സംഭവിക്കുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുവാൻ വേണ്ട നിവേദനവും യോഗത്തിൽ വെച്ച് കർഷകർക്ക് പ്രതിപക്ഷ നേതാവിന് നൽകാവുന്നതാണെന്ന് MLA പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ VO പൈലപ്പൻ, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, MT ഡേവിസ്, II അബ്ദുൽ മജീദ്, വിൽസൺ മേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. VD സതീശൻ നയിക്കുന്ന UDFിൻ്റെ മലയോര സമരജാഥ
നാളെ ചാലക്കുടി മണ്ഡലത്തിലെ ചാലക്കുടിയിൽ എത്തിച്ചേരുകയാണ്. യുഡിഎഫിൻ്റെ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശോഭയാത്രയാണ് ചാലക്കുടിയിലേക്ക് എത്തിച്ചത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖുൽ കുട്ടി, യുഡിഎഫിൻ്റെ കൺവീനർ എം. ഇന്ത്യ ജോസഫ്, അതുപോലെ അനൂപ് ജേക്കബ് അടക്കം മുഴുവൻ യുഡിഎഫിൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ജാഥയാണ് സമരം. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സിബി സി.ഡി അധ്യക്ഷത വഹിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുധ ടി.ജി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ സി.ഡി, രാജീവൻ പി, റിൻസൺ എം.എൽ, ആശാപ്രവർത്തകരായ രേഖ, സീമ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കുഷ്ഠരോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ രോഗാവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കുകയും കൂടാതെ രോഗവ്യാപനം തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ 2025 ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള ദിവസങ്ങളിൽ കൊടകര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ആളുകളെ പരിശോധിക്കുകയും ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ തുടർ ചികിത്സയ്ക്കായി റഫർ ചെയ്യുകയും ചെയ്യും. 6.0 ഇവിടെ അതിൻ്റെ രോഗനിർണയ ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാ വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അശ്വമേധ 6.0 നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പൊതു ആരോഗ്യ വകുപ്പിന് അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള HI അടക്കമുള്ള എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ്. പൂലാനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്സവ ബലി, പകൽപൂരം എന്നിവ വെള്ളി ശനി ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, രാവിലെ 10:30നും 11നും മധ്യേ ഉത്സവ ബലി, ദർശനം, ഉച്ചപൂജ, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, സാമൂഹ്യാരാധന എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ 4:30 നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, രാവിലെ 8:30 കാഴ്ചശീവേലി, 10:30 മുതൽ 13 കരകളിൽ നിന്ന് കാവടി വരവ്, കാവടി അഭിഷേകങ്ങൾ, 11 മുതൽ ഉച്ചപൂജ, പ്രസാദഊട്ട്, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മേലൂർ ഉദയപുരം മൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ നിന്നും 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ മേജർ സെറ്റ് പഞ്ചവാദ്യത്തോടുകൂടി പുറപ്പെടുന്ന പൂരം എഴുന്നള്ളിപ്പ് 4 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് പകൽപൂരം നടക്കും. കിഴക്കൂട്ട് അനിയന്മാരാരും സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ മേളവും പല്ലാവൂർ ശ്രീധരമാരാരും സംഘത്തിൻ്റെയും പഞ്ചവാദ്യവും അരങ്ങേറും. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക രാത്രി 8:30 നാട്യാർച്ചന, രാത്രി 10:30 മുതൽ കാവടിവരവും ഭസ്മാഭിഷേകവും കാവടിയാട്ടവും പുലർച്ചെ 3 മണിക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് തരുൺ പെരിങ്ങാന്ത്ര, സെക്രട്ടറി ജോഷി മണപ്പറമ്പൻ, കോർഡിനേറ്റർ മുരളി നാനാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 28 മുതൽ ഫെബ്രുവരി 3 വരെയാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് ഫെബ്രുവരി 1-നാണ്, ശനിയാഴ്ചയാണ് നടക്കുന്നത്. അവിടെ ഏകദേശം 13 സെറ്റ് കാവടിയാണ് ആ പൂരത്തിന് വരുന്നത്. 13 കരകളിൽ നിന്നാണ് ക്ഷേത്രത്തിന്റെ കാവടി എത്തുന്നത്. സമന്വയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമവും സൗജന്യ ആയുർവേദ ക്യാമ്പും നടത്തി. കൊടകര SN ട്രസ്റ്റിൽ നടത്തിയ പരിപാടി സമന്വയ പ്രസിഡന്റ് രാജൻ ബാബു ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ പത്മിനി, ഡോക്ടർ ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടത്തിയ സ്നേഹസംഗമത്തിന് ഭാരവാഹികളായ നാരായണൻകുട്ടി പി, സണ്ണി ഏറ്റുമാനൂക്കാരൻ, തോമസ് കൂനൻ, ജെഫിൻ, രാജു, ജസ്റ്റിൻ, രവി കണക്കശ്ശേരി, ശിവദാസൻ, ജോഷി ജോയ്, ശ്രീകാന്ത്, അരുൺ വാഗയിൽ എന്നിവർ നേതൃത്വം നൽകി. ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ഇന്ത്യ എഡ്യൂക്കേഷൻ ട്രസ്റ്റും ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് നൽകുന്ന മികച്ച പ്രിൻസിപ്പലിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപിന് സ്കൂളിൽ ആദരമൊരുക്കി. ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ 25 വർഷത്തെ മികച്ച സംഭാവനകളെ മാനിച്ചാണ് ഈ ആജീവനാന്ത പുരസ്കാരം. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, നഗരസഭാ വാർഡ് കൗൺസിലർ ലില്ലി ജോസ്, ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ TN രാമൻ, സ്കൂൾ രക്ഷാധികാരി N കുമാരൻ, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ,
മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി ഹൈമ, സ്കൂൾ പാർലമെന്റ് എക്സിക്യൂട്ടീവ് അംഗം MP ദേവ്ശങ്കർ എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ മാനേജർ U പ്രഭാകരൻ സ്വാഗതവും അധ്യാപക പ്രതിനിധി ഷൈനി ജോസഫ് നന്ദിയും പറഞ്ഞു. അത് അധ്യാപകനെ സംബന്ധിച്ച്, അധ്യാപികയെ സംബന്ധിച്ച് വലിയ ബഹുമതിയാണ്. പക്ഷെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബഹുമതി ലഭിക്കുമ്പോൾ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7610 രൂപ, പവന് 60,880 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ലായിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നായ MDMAയുമായി കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനായ യുവാവ് അറസ്റ്റിൽ. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര യാത്രയ്ക്ക് ചായ്പൻകുഴിയിൽ വൻ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ചെയർമാനും MLAയുമായ സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. സമന്വയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമവും സൗജന്യ ആയുർവേദ ക്യാമ്പും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.